എന്താണ് ഈ അതിജീവിതം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പം നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണയൊക്കെ ഇപ്പോൾ അന്തിമവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് കോടതിയിൽ. അപ്പം അതിജീവിതം ഒരു ഹർജിയുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഇത്രയും നാൾ ഇതിൻ്റെ കേസൊക്കെ നടന്നത് ഒരു അടച്ചിട്ട കോടതിയിലാണ്. എന്നാൽ അത് പറ്റില്ല, തുറന്നിട്ട കോടതിയിൽ വാദം കേൾക്കണം എന്നാണ് ഈ അതിജീവിത നൽകിയിരിക്കുന്ന ഹർജി, വിചാരണ കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജി. എന്തുകൊണ്ടായിരിക്കും ഇവരിപ്പോൾ പെട്ടെന്ന് ഇതിനു വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത്? അതായത് തുടർച്ചയായി ഈ കേസ് നീട്ടിക്കൊണ്ടു പോകുന്നു, കേസിൽ വിധി വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ നീട്ടാൻ ശ്രമിക്കുന്നത് ദിലീപാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒടുവിൽ വളരെ കൃത്യമായി നമ്മൾ ഓരോ കേസും എടുത്ത് പരിശോധിക്കുമ്പോൾ ആരാണ് തുടർച്ചയായി കോടതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതായത് ഈ കേസ് തുടങ്ങിയ സമയത്ത് തന്നെ, ഈ കേസിൻ്റെ തുടക്കം മുതൽക്ക് ഈ കേസിൽ എന്ത് വേണം, ഈ അന്വേഷണ സംഘത്തിൽ വനിതയെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു, അതും സർക്കാർ ഉൾപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം കോർട്ട് മാറ്റണം, അതിൽ വനിതാ ജഡ്ജ് വേണമെന്ന് ആവശ്യം വന്നു. ആ വനിതാ ജഡ്ജിനെ സർക്കാർ വെച്ചു, സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം വെച്ചു. അതിനുശേഷം ഈ വനിതാ ജഡ്ജിനെ തന്നെ മാറ്റണമെന്ന് ആവശ്യമായി രംഗത്ത് വന്നു. അതോടുകൂടി കോടതി വടിയെടുക്കേണ്ട ആ സ്ഥിതിയിലേക്ക് വന്നു. കോടതി പറഞ്ഞു ഇരയുടെ മാലാക ചമയരുത് പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കേണ്ട ഘട്ടമുണ്ടായി. അതിനുശേഷം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ജഡ്ജുമായി ബന്ധപ്പെട്ട് അവിടെ ചില പരാതികൾ ഉണ്ട് എന്നുള്ള നേരത്തിൽ ജഡ്ജിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും കോടതി സമീപിക്കുന്ന ഘട്ടമുണ്ടായി. അതോടുകൂടി കോടതി ചില കടുത്ത പരാമർശങ്ങൾ നടത്തേണ്ടി വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ കോടതി ഓർമ്മിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. പബ്ലിക് പ്രോസിക്യൂട്ടർ രാജിവെച്ചു. എന്തുകൊണ്ടാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ രാജിവെച്ചത്? പബ്ലിക് പ്രോസിക്യൂട്ടർ രാജിവെച്ചത് ആ കോടതിക്കകത്ത് കൃത്യമായ വാദങ്ങൾ നടത്താൻ കഴിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് പല കാര്യങ്ങളും പിടിവിട്ടു പോകുന്നതെന്നും പല ഭാഗത്തുനിന്നും ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്. അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും എവിടെയുമില്ല. പിന്നീട് ഏറ്റവും ഒടുവിൽ ദിലീപ് സുപ്രീം കോടതിയിൽ പോകുന്നു. ഈ കേസ് അനന്തമായി നീണ്ടുപോവുകയാണ്, ഈ കേസിൽ വിധി പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ ദിലീപ് പോയി. ആ സംഭവം ഉണ്ടായി. പിന്നെ ഈ ഓരോ തവണയും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഓരോ അവസ്ഥയുണ്ടായി. ഏറ്റവും ഒടുവിൽ അന്തിമവാദം ഇന്നലെ ആരംഭിച്ചു. ഇന്നലെ അന്തിമവാദം ആരംഭിച്ചതിന് ശേഷം അതിൽ ഈ വാദം കൂടെ കഴിഞ്ഞാൽ ഈ കേസിനകത്ത് വിധി വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവസാനത്തെ വാദമാണ്. അവസാനത്തെ വാദത്തിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, അടച്ചിട്ട മുറിയിൽ തന്നെ വിചാരണ നടത്തണമെന്ന് പറഞ്ഞതാരാണ്? ഈ നടി തന്നെയാണ്. ക്ഷമിക്കണം, ഈ അതിജീവിതയാണ്. അതായത് അതിജീവിതയുടെ അഭിഭാഷകർ പറയുന്നു അടച്ചിട്ട കോടതി മുറിയിലായിരിക്കണം. സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണവും ഒരു ബൈലോ മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പാലിച്ച് മാത്രമേ ഇത്തരം കേസുകളിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ അതിജീവിതയുടെ ആവശ്യത്തിനനുസരിച്ച് അത് അടച്ചിട്ട മുറിയിലാവട്ടെ എന്ന് തീരുമാനിച്ചു. അടച്ചിട്ട മുറിയിൽ ഇത് നടത്താൻ തീരുമാനിച്ചു. അതിനു മുമ്പ് വരെ കോടതിയിൽ നടന്നിരുന്ന ഓരോ കാര്യങ്ങളും മാധ്യമങ്ങളെടുത്ത് ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. തുടർന്ന് ഈ പറയുന്ന ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പം പറയുന്നു അതായത് അടച്ചിട്ട കോടതി എന്നുള്ളത് തുറന്നിട്ട കോടതിയാക്കണം. ഒരു പൊതു രീതിയിൽ തന്നെ വിചാരണ നടത്തണം, തുറന്ന കോടതിയിൽ വിചാരണ നടത്തണം എന്നാണ് പറയുന്നത്. ഇതിന്റെ പുറകിൽ എന്താണ്? ഇതാണ് ഇതിൽ പറയുന്നത്. തനിക്ക് നേരെ വലിയ രീതിയിലുള്ള അതിജീവിത പറയുന്നത് തനിക്ക് നേരെ വലിയ രീതിയിലുള്ള കുപ്രചരണങ്ങളൊക്കെ നടന്നു വരികയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഹർജിയുമായിട്ട് വിചാരണ കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നാണ്. നേരത്തെ ഈ മെമ്മറി കാർഡ് വിഷയത്തിലും അതിജീവിതയുടെ പ്രതികരണം ഉണ്ടായതാണ്, നമ്മൾ കണ്ടതുമാണ്. വളരെ കൃത്യമായി രണ്ട് കാര്യം പറയാം. അതായത് ഈ മെമ്മറി കാർഡ് വിഷയം, മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് ആ കോടതിയുടെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ കൃത്യമായ അന്വേഷണം നടന്നിട്ടുണ്ട്. ആ കേസിൻ്റെ വാർത്തകൾ കൊടുക്കുമ്പോഴും മാധ്യമങ്ങൾ ദിലീപിൻ്റെ മുഖം വെച്ചുകൊണ്ടാണ് വാർത്തകൾ കൊടുക്കുന്നത്. ദിലീപും ഹാഷ് വാല്യൂ മാറിയതുമായി തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എന്നൊരു കാര്യമുണ്ട്. കോടതി അന്വേഷിച്ചിരിക്കുന്നു, കൃത്യമായ കോടതി റിപ്പോർട്ട് തയ്യാറാക്കി ഹൈക്കോടതി ആ റിപ്പോർട്ട് ഹൈക്കോടതി വരെ കൊടുത്തിരിക്കുന്നു. ആ റിപ്പോർട്ടിൽ എവിടെയെങ്കിലും ദിലീപിനെ പറ്റി പറയുന്നുണ്ടോ? ദിലീപുമായി ഈ ഹാഷ് വാല്യൂ മാറിയതിനെ പറ്റി ബന്ധമുണ്ട് എന്ന് പറയുന്നുണ്ടോ? ഈ ജുഡീഷ്യറിയിലെ ആരെങ്കിലും ഈ പറയുന്ന വീണ്ടും ഈ മെമ്മറി കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹാഷ് വാല്യൂ മാറും. അങ്ങനെ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കണ്ടുപിടിച്ച് അവരെ ശിക്ഷിക്കുകയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ അത് കോടതിയുടെ ഭാഗത്തുള്ള കാര്യമാണ്. ഹൈക്കോടതി വരെ അതിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൽ പോലും ദിലീപിനെ വലിച്ചിടുന്നത് എന്തിനാണ്? എല്ലാവരും പറയുന്നത് കോടതിയിൽ നിന്ന് മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറി, അതുകൊണ്ട് അതെന്തിനാ ദിലീപ് അങ്ങനെ ചെയ്തത്? ദിലീപ് ചെയ്തു എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഒരു അന്വേഷണത്തിലും ഒരു കാര്യത്തിലും ദിലീപിൻ്റെ പേര് അതിലില്ല. ദിലീപുമായി ബന്ധപ്പെട്ട ഒരു സംഭവം അങ്ങനെ പുറത്തു വന്നിട്ടുമില്ല. വെറുതെ ആരോപണങ്ങൾ ഉയർത്തിവിടുകയാണ് ഈ കേസിനകത്ത്. രണ്ടാമത്തത്, ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന അതിജീവിതക്കെതിരെ എന്ത് കുപ്രചരണമാണ് നടന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം ഈ അടച്ചിട്ട കോടതി മുറിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല.
ശ്രദ്ധിക്കണം, മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല എന്നും ഇതിന്റെ മുകളിലുള്ള ചർച്ചകൾ, അതെ, ഇതിന്റെ മുകളിലുള്ള ചർച്ചകൾ കോടതി തന്നെ വിലക്കിയിട്ടുണ്ട്. അതായത് മെറിറ്റിലേക്കുള്ള ചർച്ചകൾ. ഇതിപ്പം അന്തിമവാദമാണ്. കേസുമായി ബന്ധപ്പെട്ടിട്ട് ഏകദേശം 1.5 മാസത്തോളം ഇത് നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ തുറന്ന കോടതിയിൽ കേസ് കേൾക്കണം, വാദം കേൾക്കണം എന്ന് പറയുന്നതിന്റെ പിന്നിൽ ഈ ഒരു സംഭവത്തെ, അതായത് കേസുമായി അടിസ്ഥാനപ്പെടുത്തി നടക്കുന്ന വാദങ്ങൾ മുഴുവൻ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ കൂടി വരണം, മാധ്യമങ്ങൾ കൂടി ഇത് ശ്രദ്ധിക്കണം. അതുവഴി 1 മാസത്തോളം ഇതിലേക്ക് മാത്രം കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊരു കൃത്യമായ അറിവും അത് മനസ്സിലാക്കിയതിൻ്റെ പുറത്ത് തന്നെയായിരിക്കും നടി ഈ അതിജീവിത ഹർജിയുമായിട്ട് വിചാരണ കോടതിയെ സമീപിച്ചിട്ടുണ്ടാവുക. പാർത്ത നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അടച്ചിട്ട കോടതിയിലാണ് കേസ് കേൾക്കുകയെങ്കിൽ ഇത്തരം പല സുപ്രധാനപ്പെട്ട വാദങ്ങൾ അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്നോ അഭിഭാഷകന്റെ ഭാഗത്തു നിന്നൊക്കെ ഉയരുന്ന പ്രധാനപ്പെട്ട കമന്റുകളെയൊന്നും മാധ്യമങ്ങൾക്ക് ലഭിക്കില്ല. അത് മുഖേന വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യാനും സാധിക്കില്ല. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ ഇതിന് മാധ്യമങ്ങൾക്ക് ഒരു സ്കോപ്പ് ഉണ്ട്. അവിടെ സ്വാഭാവികമായിട്ടും നമുക്കറിയാം മാധ്യമങ്ങൾ മുഴുവൻ ആക്രമിക്കാൻ പോകുന്നത് ദിലീപിനെ തന്നെയായിരിക്കും. ദിലീപിലേക്ക് കാര്യങ്ങൾ എത്തണം, ദിലീപിനെ മാധ്യമങ്ങൾ ആക്രമിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇപ്പം ഈ തുറന്ന കോടതിയിലേക്ക് കേസ് വരണം, അവിടെ വാദം കേൾക്കണമെന്ന് ഈ അതിജീവിത പറയുന്നതിന് പിന്നിലെ കാരണമെന്ന് നമ്മൾ സംശയിച്ചാൽ അത് തെറ്റാണെന്ന് പറയാം. അല്ല, ആ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതിനെ തെറ്റ് പറയാനും പറ്റില്ല. കാര്യം, കോടതി മുറിക്കകത്ത് ഈ പറയുന്ന എത്രയോ പെൺകുട്ടികൾ ക്രൂരമായി ആക്രമണത്തിനിരയായിട്ടുണ്ട്. ഈ കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിനകത്തൊക്കെ ഇത്രയും വലിയ സാധ്യതകൾ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ചർച്ചകൾ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരുപാട് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ തരത്തിൽ പാവപ്പെട്ടവർക്കൊക്കെ നീതി കിട്ടാൻ വേണ്ടി ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് വളരെ വലിയ വർത്തമാനം പറയുന്ന എത്ര പേരുണ്ട്. ഇപ്പോൾ വാളയാർ പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുണ്ടായിരുന്നു? ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ. വാളയാർ പെൺകുട്ടികൾക്ക് വേണ്ടി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഇല്ല, ആരും സംസാരിക്കുന്നില്ല. ചില ആളുകൾക്ക് മാത്രം പ്രത്യേകതയൊന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത് ഗൗതം പറഞ്ഞ വിഷയം തന്നെയാണ്. അതായത് മാധ്യമങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? മാധ്യമങ്ങൾ ഈ കോടതി തുറന്ന കോടതിയാക്കി കിട്ടിയാൽ ഇവർക്കുള്ള കാര്യമെന്ന് പറയുന്നത് പ്രതിഭാഗം അഭിഭാഷകർ സംസാരിക്കുന്ന ചില സംസാരങ്ങൾ, അതുപോലെ തന്നെ വാദിഭാഗം ഓർത്തുന്ന ചില വാദങ്ങൾ, ഇതിലെല്ലാം വളരെ കൃത്യമായി അടർത്തി എടുത്തുകൊണ്ട് ഈ ഒരു വാദത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ വാർത്ത കൊടുക്കും. ജനങ്ങൾക്ക് കോടതിയിൽ നടക്കുന്ന പ്രൊസീജിയറോ അല്ലെങ്കിൽ കോടതിയിൽ എന്താണ് നടക്കുന്നതെന്നൊന്നും അവർക്കറിയില്ല. അവരുടെ അടുത്തേക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് പ്രതിഭാഗം അഭിഭാഷകൻ പൾസർ സുനിയോട് കയർത്തു, അതായത് ഒന്ന് ഒച്ചത്തിൽ സംസാരിക്കുമായിരിക്കും, അതായിരിക്കും പറഞ്ഞത് കയർത്തു, ഇത് പൾസർ സുനിയെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമമോ എന്നായിരിക്കും എവിടെ വരുന്നത്? അന്നത്തെ മാധ്യമ വാർത്ത വരുന്നത്. ഇപ്പോൾ അടച്ചിട്ട കോടതി റൂമിലായതുകൊണ്ട് ഈ വാർത്ത കൊടുക്കാൻ പറ്റുന്നില്ല. ഈ വാർത്തയെ ഒരു പ്രഷറിങ് പോയിന്റ് ആക്കി മാറ്റി. അതായത് ഈ ജഡ്ജിക്കെതിരായിക്കൊണ്ട് വളരെ കൃത്യമായ ആരോപണങ്ങൾ ഉയർത്തി. അതായത് ജഡ്ജിൻ്റെ ഫാമിലിയെ ആക്രമിച്ചു, ജഡ്ജിൻ്റെ പിതാവിനെ ആക്രമിച്ചു, പിതാവിൻ്റെ രാഷ്ട്രീയത്തെ ആക്രമിച്ചു, അതുപോലെ തന്നെ അവരുടെ ഭർത്താവിനെ ആക്രമിച്ചു. ഈ തരത്തിൽ വേറൊരു ജഡ്ജായിരുന്നെങ്കിൽ അവിടെ മാനസിക സമ്മർദ്ദം സഹിക്കവയ്യാതെ ഈ കേസിൽ നിന്ന് ഇറങ്ങിപ്പോകുമായിരുന്നു. ഈ ജഡ്ജ് ആയതുകൊണ്ട് മാത്രമാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത്. കാരണം ആ ജഡ്ജി എന്ന് പറയുന്നത് ഈ കേരളത്തിനകത്ത് നടന്ന എല്ലാ കേസുകളിലും വളരെ കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ജഡ്ജാണ്. അതായത് നമ്മളെ ഈ സർവീസിൽ ഒരു കറയും പുരളാത്ത ഒരു ജഡ്ജാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ അവരെ വെച്ചിരുന്നത്. ആ സമയത്താണ് ഇത്തരത്തിലുള്ളൊരു ഇത് വരുന്നത്. ഇപ്പോൾ ഇത് വരുമ്പോൾ ജഡ്ജിന് നേരെ വീണ്ടും സമ്മർദ്ദം ഉണ്ടാകും. ഒരു കാര്യവുമില്ലാതെ വന്ന് പറയുകയാണ്. അതായത് കോടതി റൂമിനകത്ത് എന്നോട് നേരിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നു, എന്നെ വിളിച്ച് കോടതിയിൽ വരുത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എല്ലാ ഭാഗത്തും, അതായത് എല്ലാ കേസിനകത്തും അതൊക്കെ ഉള്ളതാണ്. അല്ലാതെ ഒരാൾക്ക് മാത്രം പ്രത്യേകതയൊന്നുമില്ല. ദിലീപിന് എന്താ പ്രത്യേകതയുണ്ടോ? ഈ പറയുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒന്നുമില്ല. എന്തായാലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് ഈ അതിജീവിതയുടെയും ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് എന്ന് പറയുന്നത്. ഒരുപാട് കാലം ലൈം ലൈറ്റിലും മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചാ വിഷയമായിട്ട് നിന്നതാണ്. അങ്ങനെ ഒരു കേസിൻ്റെ അന്തിമവാദം കേൾക്കെ അതിന് രഹസ്യ സ്വഭാവങ്ങളെല്ലാം നീക്കിക്കൊണ്ട് അതൊരു തുറന്ന കോടതിയിൽ തന്നെ വാദം കേൾക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. കാരണം പൊതുസമൂഹം അറിയട്ടെ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, പൊതുസമൂഹത്തെ അറിയിക്കാൻ ബാധ്യസ്ഥരായ മാധ്യമങ്ങളും അവിടെ ഉണ്ടാവട്ടെ. അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? എന്താണ് അറിയിക്കുക? ഒരു മാധ്യമത്തിന്റെ പേര് ഗൗതമിന് പറയാൻ പറ്റുമോ? അവിടെ നടക്കുന്ന സത്യസന്ധമായ കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് ഉറപ്പുള്ള ഒരു മലയാളം മെയിൻ സ്ട്രീം മാധ്യമത്തിന്റെ പേര് പറയാൻ പറഞ്ഞാൽ ഗൗതമിന് സാധിക്കുമോ? ഇല്ല, എനിക്ക് അറിയാൻ പാടില്ല. അതാണ്
അതായത് കോടതിയിൽ നടക്കുന്ന ഇപ്പോൾ ഒരു ഭാഗം മാത്രമാണ് അവിടെ നിന്ന് പുറത്തു വരിക. അതായത് ദിലീപിനെതിരായി കിട്ടുന്ന കോടതിയിൽ വാദം നടക്കുമ്പോൾ പല കമൻറ്റുകളും വരും, പല വാദഗതികൾ വരും, പല കാര്യങ്ങളെ കീറി മുറിക്കേണ്ടി വരും, പല കാര്യങ്ങളെ പിന്നെ എന്താണ് ഖണ്ഡിക്കേണ്ടി വരും. ഇതൊക്കെ കോടതിയിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഒരു മനുഷ്യനെ വേട്ടയാടാവുന്നതിൻ്റെ അങ്ങേ അറ്റവും വേട്ടയാടിയിട്ട് ആ കോടതി മുറിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക്, അതായത് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഒരു ഭാഗത്തിന്റെ വാദം മാത്രം എടുത്തുകൊണ്ട് കാണിക്കുമ്പോൾ ജനങ്ങൾ കരുതുക ഇതിലെല്ലാം തന്നെ സത്യമുണ്ടെന്നാണ്. ഇതിലൊരു രഹസ്യ സ്വഭാവങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ഇതൊരു തുറന്ന കോടതിയിൽ തന്നെ ഇതിന്റെ വാദം കേൾക്കുന്നതിൽ അതിൽ തെറ്റുണ്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി അതിൽ വേറൊരു കാര്യമുണ്ട്. അതിന്റെ വേറൊരു കാര്യമുണ്ട്. കാരണം ഈ പറയുന്ന അതിജീവിത, അതായത് ഈ നാളെ ഇതൊരു കീഴ്വഴക്കമായി മാറിയാൽ, അതായത് ഒരു സമയത്ത് പോയിട്ട് പിന്നെ എന്താണ് പിന്നെ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്ന് പറയുക, തുറന്നിട്ട മുറിയിൽ കേട്ട് കഴിഞ്ഞാൽ കേസിനെ വല്ല ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? തീർച്ചയായും കേസിനെ സ്വാധീനിക്കുന്നത് മാത്രമല്ല ഈ ജഡ്ജിന് അവരെ സമ്മർദ്ദം ഉണ്ടാക്കാം. നിരന്തരമായി ഒരാൾ പിന്നെ നാലഞ്ച് ആളുകൾ വന്നിരുന്ന് ടി വിക്കകത്ത് നിന്ന് ഈ സമ്മർദ്ദ ചർച്ച നടത്തിയാലോ, ജഡ്ജ് അങ്ങനെ പറഞ്ഞു, ജഡ്ജി ഇങ്ങനെ പറഞ്ഞു, ജഡ്ജി അതിജീവിതയെ പിന്നെ പീഡിപ്പിക്കുന്നു, കോടതി ആരുടെ ഭാഗത്താണ് എന്നൊക്കെ പറഞ്ഞ് ഈ മറ്റു കേസുകളിൽ ഇതില്ല. ഈ സിസ്റ്റർ അഭയ കേസുമായി ബന്ധപ്പെട്ടൊരു വിധി വന്നല്ലോ, അഭയ കേസുമായി ബന്ധപ്പെട്ട് വിധി വന്നു. ആ വിധിക്കകത്ത് ഒരു മികച്ച ജഡ്ജായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ ജഡ്ജിന്റെ കോർട്ടിലേക്ക് കടന്ന് ഏതെങ്കിലും ഒരു മാധ്യമം എന്തെങ്കിലും പറഞ്ഞാൽ ആ മാധ്യമത്തിൽ തൂക്കി വെളിയിലെറിയുമായിരുന്നു ആ ജഡ്ജി. അത്രയ്ക്ക് നല്ലൊരു ജഡ്ജായിരുന്നു. കൃത്യമായി ശിക്ഷ വിധിച്ചില്ലേ അവിടെ, കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ആ ജഡ്ജി ആ കേസിൽ കൈകാര്യം ചെയ്തു. മാധ്യമങ്ങൾ ഒരു തവണ ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നു, മാധ്യമങ്ങളല്ല വിചാരണ നടത്തുന്നത്, കോടതിയാണ് എന്ന് കൃത്യമായി പറയേണ്ടി വന്നു. അതുപോലെ അത്തരം കാര്യങ്ങളെ വളച്ചൊടിക്കാൻ വേണ്ടി പിന്നെ രണ്ടാമതൊരു കാര്യം കൂടെ ഉണ്ട് ഗൗതം. ഈ കേസിനകത്ത് ഇപ്പോൾ ഇത് കോടതിയിൽ കൊടുത്താൽ കോടതി തള്ളും, ഒരു സംശയവുമില്ല, കോടതി തള്ളും. അതാണ് നിയമപ്രകാരം ഈ കേസിനകത്ത് ഇനി എൻ്റെ അന്തിമഘട്ടത്തിൽ ഇത് ഇനി പിന്നെ എന്താണ് പബ്ലിക്കാക്കാനൊന്നും പറ്റില്ല. ഇതിന് കുറേ നിയമവശങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പോകും. തുറന്ന കോടതിയിൽ ഈ കേസ് കേൾക്കുന്നതിനെ എതിർക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ ദിലീപിനെതിരെ മാത്രമായിട്ട് വാർത്തകൾ കൊടുക്കും. അതിജീവിതയെ എന്താണ് കോടതി ഇങ്ങനെ പറഞ്ഞു, അതിജീവിതക്കെതിരെ വലിയ രീതിയിൽ പിന്തുണകൾ ലഭിക്കുന്നില്ല, ഈ രീതിയിൽ കാര്യങ്ങൾ പോകും എന്നതുകൊണ്ട് മാത്രമാണോ ഇതിനെ എതിർക്കുന്നത്? ഈ രീതിയിൽ കാര്യങ്ങൾ പോകും എന്നുള്ളതും ഇതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയാകുന്നുള്ളതും ഇനി അതിനേക്കാട്ടൊക്കെ അപ്പുറത്തേക്ക് ദിലീപ് രക്ഷപ്പെട്ടാലും, അതായത് ഈ കേസിൽ നിന്ന് ദിലീപിനെ ഇപ്പോൾ ഹൈക്കോടതി വിധി പറഞ്ഞു, ദിലീപ് രക്ഷപ്പെടുകയാണെന്ന് വിചാരിച്ചോ, ഇപ്പം കോടതിയുടെ കയ്യിലാണ് നമുക്കറിയില്ല, ദിലീപിനെ വെറുതെ വിട്ടാലും ജനങ്ങളുടെ മനസ്സിൽ ഒരു കാരണവശാലും ദിലീപ് രക്ഷപ്പെടരുത്. ഇതാണ് ഉദ്ദേശം. ഇത് തന്നെയല്ലേ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യസന്ധമായ വിചാരണ നടത്താനോ സത്യസന്ധമായ ഒരു പ്രതി ആരാണെന്ന്, കുറ്റവാളി ആരാണ് എന്ന് പറയാനോ അല്ലല്ലോ ഇവർ ശ്രമിക്കുന്നത്. കുറ്റാരോപിതനാണ്, പ്രതിയല്ല. അതായത് ക്ഷമിക്കണം, കുറ്റാരോപിതനാണ്, കുറ്റവാളിയല്ല എന്ന്. അതായത് ആ വിധി വരുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം വരെ ആ വ്യക്തിക്കും എനിക്കും ഗൗതമിനും ഒക്കെ ഉള്ളതുപോലുള്ള മനുഷ്യാവകാശങ്ങൾ ഇവിടുത്തെ ഭരണഘടന കൊടുത്തിട്ടുണ്ട്. അതൊന്നും കാണാതെ ഒരാൾക്കെതിരെ മാത്രം ഇതുവരെ എത്ര ആളുകൾ ഇവിടെ പലതരം കേസുകൾ ഉൾപ്പെട്ടു. ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മലയാളത്തിലെ ഇപ്പം മുകേഷിനെതിരെ ആരോപണം വന്നല്ലോ, മുകേഷിന്റെ ഈ MLA സ്ഥാനം പോയോ, എത്ര ആളുകൾക്കെതിരെ ഇവിടെ പീഡനാരോപണം വന്നു, ഇവരുടെയൊക്കെ ജീവിതം തകർന്നോ? ഇല്ല. പക്ഷേ ദിലീപിനെ ആക്രമിക്കുന്നതിന് പിന്നിൽ കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുപോലെ തന്നെ ഈ ഹൈക്കോടതിയിൽ പോകും, ഹൈക്കോടതി നിന്ന് സുപ്രീം കോടതിയിൽ പോകും. ആ സുപ്രീം കോടതിയിൽ പോകുന്നവരെ തൽക്കാലം കേസ് നിർത്തിവെക്കാൻ വേണ്ടി ഹൈക്കോടതി പറയും ഈ വാദം കേൾക്കട്ടെ, എന്നിട്ട് നമുക്ക് തുടരാമെന്ന് പറയും. വീണ്ടും കേസ് നീളുന്നു. അത് ഹൈക്കോടതി തള്ളിക്കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ പോകുന്നു, ഡിവിഷൻ ബെഞ്ച് തള്ളിയാൽ സുപ്രീം കോടതി പോകുന്നു. അങ്ങനെ കേസ് വീണ്ടും നീട്ടിവെക്കുന്നു. അങ്ങനെ നീട്ടിവെക്കുന്നതിനനുസരിച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. എത്ര കാലമാണ് ഒരു ജഡ്ജിനെ ഇങ്ങനെ ഒരേ കേസിന് വിധി പറയാൻ വേണ്ടി കോടതിക്ക് വെക്കാൻ വേണ്ടി കഴിയുക? ഇത്തരത്തിലുള്ള പല ഉദ്ദേശങ്ങളും ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരിക്കാം എന്നുള്ള വിമർശനങ്ങൾ വരുന്നത്. അതിനൊന്നും കുറ്റം പറയാൻ വേണ്ടി കഴിയില്ല. എങ്കിലും നീതിയുക്തമായ വിചാരണയാണ് വേണ്ടത്. ഒരാളുടെയും ഭാഗം ചേർന്നുള്ള വിചാരണയല്ല, മാധ്യമ വിചാരണയുമല്ല വേണ്ടത്. കോടതിയുടെ യഥാർത്ഥമായ വിചാരണയാണ് വേണ്ടത്. അതിൽ നീതിയുക്തമായി ആരാണോ കുറ്റവാളി അവരെ ശിക്ഷിക്കപ്പെടുകയും ആരാണോ നിരപരാധി അവർ അവരെ വെറുതെ വിടുകയും ആ തരത്തിലുള്ള ഒരു കൃത്യമായ വിചാരണയാണ് ആവശ്യം. അല്ലാതെ മാധ്യമ വിചാരണയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരം നാടകങ്ങളല്ല ആവശ്യം. അത് അതിജീവിത നാടകം കളിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഈ ആരാണ് ഇത് ചെയ്യിപ്പിച്ചതെന്ന് എനിക്കറിയില്ല, പ്രോസിക്യൂഷനോ മറ്റാരുകളോ ആരാണെങ്കിലും. എങ്കിലും ഈ ഒരു സമയത്ത് നമുക്ക് അതിജീവിതയുടെ കൂടെ മാത്രമേ നിൽക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ആരാണ് യഥാർത്ഥ പ്രതി എന്നത് പുറത്തു വരട്ടെ,
അല്ല മാധ്യമ അല്ല വിചാരണ- അത് അല്ല അത് മാധ്യമ വിചാരണ അല്ല വേണ്ട. അത് ഗൗതമിൻ്റെ ഒരു ഭാഷയാണ്. അത് പിന്നെ അങ്ങ് പറഞ്ഞോളൂ, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഈ അവസാനത്തെ നിമിഷത്തിൽ പിന്നെ എന്താണ് വാദമുഖങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്ന് പറയുന്നതിനോട് നിയമവിദഗ്ധർ പോലും അതിനോട് യോജിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സുപ്രീം കോടതി പോലും യോജിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിജീവിത എന്ന് പറയുന്ന ആൾക്കുള്ള അതേ പിന്നെ അതേ അവകാശങ്ങൾ പ്രതിഭാഗത്തിന്, അതായത് കുറ്റാരോപിതനുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അടച്ചിട്ട കോടതി മുറിയിൽ ഈ കേസ് കേട്ട് കഴിഞ്ഞാൽ കൃത്യമായ രീതിയിലുള്ള ഒരു വാദങ്ങളായിരിക്കില്ല ഉണ്ടാവുക. അത് തനിക്കെതിരെ വന്നു ചേരും, തനിക്കെതിരെ പല ഗൂഢാലോചനകളും നടക്കുന്നുണ്ട് എന്ന് ഈ ഒരു അതിജീവിതയ്ക്ക് തോന്നലുണ്ടായിട്ടുണ്ട്. എന്റെ പുറത്താണ് അവര് ഇപ്പോൾ നിലവിൽ വിചാരണ കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇപ്പൊ അത് കോടതിയുടെ പരിഗണനയിലാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ കണ്ടറിയാം. തീർച്ചയായും അന്തിമ തീരുമാനം കോടതിയാണ് എടുക്കേണ്ടത്. എന്താണ് ഏകദേശം ഇന്നോ നാളെ കൊണ്ട് തീരുമാനം വരും. എന്താണ് ബഹുമാനപ്പെട്ട കോടതി എടുക്കുക, ആ തീരുമാനത്തിനൊപ്പമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കോടതി അത് അംഗീകരിച്ചാൽ ഓക്കെ, ഇല്ലെങ്കിൽ അത് എന്താണ് ആ നിലയ്ക്ക് പോകട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. പക്ഷേ നമ്മളെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതിനെ നോക്കിക്കാണുന്നത് ഇതിലെ പിന്നിലുള്ള ലക്ഷ്യങ്ങളെ മാത്രമാണ്. നീതിയുക്തമായ വിചാരണ നടക്കട്ടെ എന്ന് മാത്രമേ പറയാം.